സത്യസന്ധമായിട്ട് നമ്മളെ കാര്യം പറയാം. എന്താണ് പ്രശ്നം? പ്രശ്നം തന്നെ ഒരു മനസ്സിന് ക്ഷീണം, മറ്റേ തന്നെ ഒന്നിനൊരു ഒരു ജോലിക്ക് പോകാനോ മറ്റോ അങ്ങനെ ഒരു ഉന്മേഷമായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ കാലിന് ഒരു പരിക്ക് പറ്റിയതിനു ശേഷം എന്ത് പരിക്ക് പറ്റിയത്? വീണപ്പോ. ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്ന മൊത്തത്തില്? മനസ്സിനൊരു ക്ഷീണം പിടിച്ച മാതിരി തന്നെ പോണോടത്തൊക്കെ ഒരു നമുക്കൊരു ഇത് കിട്ടുന്നില്ല. പണ്ടത്തെ ആ ഒരു പ്രായത്തിന്റെ ഒരു ഇതുണ്ട്, കൂടാതെ ഒരു നമുക്ക് പഴയ ആൻസൈറ്റി കിട്ടുന്നില്ല. അപ്പൊ നമ്മള് ഡോക്ടർമാരെ കാണിച്ചില്ലേ? ഡോക്ടർമാരൊന്നും അങ്ങനെ കാണിച്ചില്ല, ഈ കാലിന്റെ മാത്രമേ കാണിച്ചുള്ളൂ. അല്ല, ഡോക്ടറെ കണ്ടിട്ട് ഒരു മരുന്ന് ഗുളിക തന്നില്ലേ? ഇതിന് ഈ മുട്ടിന്റെ ഇതിന് തന്നു. മനസ്സിന് ബലം കിട്ടുന്നില്ല, മനസ്സിനാണ് പ്രശ്നം. എന്താണ് അങ്ങനെ മനസ്സിന് വിഷമം തന്നെ? കാരണം നമുക്ക് ശത്രുക്കള് വരെ ദോഷമായിട്ട് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ശത്രുക്കളുടെ പ്രശ്നമായിട്ടോ? അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണുമ്പോ ഉണ്ടാവില്ല, പക്ഷെ ഉള്ളിലുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ നമ്മുടെ ഉള്ളിലൊരു ഇരിക്കുമ്പോ പിന്നെ ആരാണ് നമ്മള് ശത്രു നമുക്ക് പറയാൻ പറ്റും. ഒരു ബല നിങ്ങളെ അടുത്തിരിക്കുന്ന ആളായിരിക്കും, അവളായിരിക്കും, അതിനൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മൊത്തത്തിലൊരു ബലക്കുറവ്, അതന്നെ, എന്തോ ഒരു ശക്തി ഇല്ല. അതെ, നിങ്ങളൊരു വളരെ കരുത്തനായ ഒരു മനുഷ്യനല്ലേ? അതെ. ഇപ്പൊ ശക്തി ചോർന്നു പോയി. അതെ, ചോർന്നത് എനിക്കറിയാം. ശത്രുക്കൾ ഉണ്ടാവും, അതായിരിക്കും ശക്തി ചോരാൻ കാരണം എന്ന് ഞാൻ ഊഹിക്കുന്നു. നമുക്കൊക്കെ റെഡിയാക്കാം. ഓക്കെ, ശരി. അതെ, എന്റെ കൈമൊന്ന് മുറുക്കി പിടിച്ചേ നോടി. ആർക്കാണ് കരുത്ത്? മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു പവറാണ് നിങ്ങളിലേക്ക് വന്നത്. മാനസികമായി ശാരീരികമായി ഫിറ്റായിരിക്കും. അപ്പൊ കഴിഞ്ഞു പോയതിനെ പറ്റി ചിന്തിക്കണ്ടെന്ന്. അതെ, കഴിഞ്ഞു പോയതിനെ പറ്റി നോക്കണ്ട. ഒരാൾക്കും നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ഏത് മനുഷ്യനും ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മരിക്കും. അല്ലാണ്ട് ആരും മരണം വരെ അല്ല മരിക്കാണ്ടിരിക്കില്ല. ജനിച്ചാള് മരിക്കും, പക്ഷെ നിങ്ങൾ മരണം വരെ ആരോഗ്യത്തോടി ഇരിക്കും. പുലിക്കുട്ടിയായിട്ട് നടക്കും, സന്തോഷമായിട്ട് മരിക്കും, പോരെ? ഹാപ്പി ആയിട്ട് ജയിച്ചു പോകും. പേടിക്കേണ്ട കാര്യമില്ല. എന്താണ് എന്ത് ഫീല്? ഇല്ല, ഇപ്പൊ എന്ത് ഫീല് പറഞ്ഞത്? ഒരു ഉഷാറ് വന്ന മാതിരി ഉണ്ട്, മനസ്സിന്നൊരു എന്തോ ഒരു ഇതുപോലെ തോന്നുന്നുണ്ട്. പേടിക്കണ്ട കേട്ടാ, ധൈര്യമായിട്ട് ഇരിക്കേ. ആയിക്കോട്ടെ. ഇനി ക്ഷീണുണ്ട്, വയ്യായി ഉണ്ട്, വിഷമുണ്ട് എന്ന് ചിന്തിക്കണ്ട. ഒരു ശത്രുവിനും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശത്രു പോയി അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. നിങ്ങള് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങള് ഒരു പവറായിട്ട് ഗ്രൗണ്ടൊക്കെ എടുത്ത് മറ്റേ ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് പോയിക്കോ. ആയിക്കോട്ടെ. നമ്മള് ആരെടുത്തും വർത്താനം പറയാനോ തല്ലുവിടാനോ പ്രശ്നം ഉണ്ടാക്കാനോ പോണ്ട. നമ്മളെ അടുത്ത് ഇടപെടുന്ന ആളുകളെ ഭൂരിപക്ഷം ബുദ്ധിയും ബോധം അറിവും ഇല്ലാത്ത ആളുകളായിരിക്കും. ശരിയാണ്, കൂടുതൽ അറിവില്ലാത്ത ആളുകളാണ്. ഈ അറിവില്ലാത്ത ആളുകൾ, അരക്കിലും മുതലയുടെ തൂക്കില്ലാത്തവர்கள், അവരുടെ അടുത്തൊക്കെ നമ്മൾ തയ്യം കളിക്കാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടാ? ശരിയാണ്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരു അഭ്യാസില്ലേ? കേട്ടാ? ആയിക്കോട്ടെ. അപ്പൊ നമ്മളിങ്ങനെ അവരുടെ അടുത്ത് തയ്യം കളിക്കണ്ട. ഓക്കെ, ഇനി ചിന്തിക്കും. അങ്ങനെ ഒന്നും പോക്കൊന്നുമില്ല ഇവിടെ. അങ്ങനെ ഇപ്പൊ അങ്ങനെ വന്നതിന് ശേഷം ഞാൻ വേണ്ട അത്രയൊന്നും പോയിട്ട് ഇടപെടില്ല. ഇനി ഇടപെടണ്ട, പവറിലൊന്നും ഒരു കുറവില്ലേ? ആയിക്കോട്ടെ, ശരി.